ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽമെറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അതായത് പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പുതിയ സൂപ്പർ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെൽമെറ്റും പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ അടുത്ത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ LS2യുടെ ഇത് നല്ലൊരു കിട്ടുന്ന ഹെൽമെറ്റാണ്. ഡബിൾ വൈസറൊക്കെ വന്നിട്ടുള്ള ഈ ഗ്ലാസ്സിലൊക്കെ ഇൻബിൽട്ടായിട്ട് ഫോഗും കാര്യമൊക്കെ വരുന്ന ഒരു ഹെൽമെറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് ആയിരുന്നു. എൻ്റെ പുതിയ സൂപ്പർ ബൈക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു യെല്ലോയും ബ്ലാക്കുമായുള്ള ഒരു കോമ്പിനേഷനിലൊരു കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കിയതായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിത് അടിച്ച് ഈ ഒരു കോലത്തിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിപ്പോൾ നമുക്കൊരു പ്രീമിയം സൂപ്പർ ബൈക്കിന് ഇതിൻ്റെ ഇത് ഉപയോഗിക്കുമ്പം അതൊരു മോശമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലെ ഷെല്ലും കാര്യവും ഒക്കെ ഫുള്ള് പക്ക പെർഫെക്റ്റ് ആണ്. അപ്പം ഏതായാലും പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു റൂൾ അനുസരിച്ച് 2021 ജൂൺ 1 മുതൽ നമ്മുടെ ISA റൂളില്ലാത്ത എല്ലാ ഹെൽമെറ്റുകളും കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഇനി ബാൻഡാണ്. ഇപ്പോൾ ECE ആയാലും സ്നെൽ ആയാലും ഡോട്ട് ആയാലും ഇപ്പോൾ ജപ്പാൻ്റെ എന്താ JC എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സർട്ടിഫൈഡുള്ള ഹെൽമെറ്റ് ആയാലും ഏത് ഹെൽമെറ്റ് ആയാലും ഇന്ത്യയിലായാലും ഇപ്പോൾ ബാനാണ്. ISA മുദ്ര ഇല്ലെങ്കിൽ അത് ഇന്ത്യയിൽ ബാനാണ്. പോലീസുകാർ ഫൈൻ അടിക്കാനുള്ളൊരു വക നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പുതിയ ഹെൽമെറ്റൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുകയെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രൊട്ടക്ഷനാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിനു മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഹെൽമെറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് വെക്കുന്നതെന്നും പറഞ്ഞിട്ടാണ്. ഈ ISA മുദ്ര ഉള്ള ഹെൽമെറ്റ് അധികം ഈ 500 രൂപയുടെ താഴെ 500 രൂപക്ക് 1000 രൂപയുടെ താഴെ വരുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരു ഹെൽമെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്റ്റീൽ ബേർഡ്, സ്റ്റഡ് അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ കുറച്ചുകൂടെ ഒരു ECE സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഡോട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റൊക്കെ വാങ്ങിച്ച് വെക്കുന്നതാണ് ശരിക്കും നല്ലത്. ഇപ്പോൾ സ്പീഡിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഹൈവേ ക്രൂസിങ്ങിനൊക്കെ പോകുന്ന ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡോട്ട് ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഹെൽമെറ്റാണ്. അത് മോഡുലാർ ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഞാൻ മെയിനായിട്ട് നമ്മൾ ലോങ് റൈഡുകളാണ് പോകാറ്. ലോങ് റൈഡ് മീൻസ് ലഡാക്കും അങ്ങനത്തെ ഒന്നുമല്ല. നമ്മളിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു 200-300 കിലോമീറ്ററൊക്കെ ഇങ്ങനെ പോകുന്നൊരു റൈഡാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മോഡുലാർ ഹെൽമെറ്റ് വാങ്ങിക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആ ഒരു ഹെൽമെറ്റിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇന്നിപ്പോൾ വന്നിട്ടുള്ളൂ, നമുക്കിത് കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. ഹെൽമെറ്റ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എന്തായാലും അൺബോക്സ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം. ഒരു ഫോണിൽ ഇതാണ് നമ്മുടെ ആ ഒരു ഹെൽമെറ്റ് ആസ്പിഡ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുതിയ ഹെൽമെറ്റ്. ആസ്പിഡ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെൽമെറ്റാണ്. ആസ്പിഡ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് അറിയാം. കാരണം ഒരുപാട് റൈഡിങ് ഗിയറും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ റൈഡിങ് ജാക്കറ്റ്, അതുപോലെ റൈഡിങ് പാൻറ്, ഗ്ലൗവ് ഇതെല്ലാം ഇറക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ആസ്പിഡ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പ് ഹെൽമെറ്റിലോട്ട് അവർ നോക്കിയത് 2 മോഡലാണ് അവർ ആസ്പിഡ ഹെൽമെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ടൂറൻസ് എന്ന് പറയുന്ന ഒരു മോഡലും, അതുപോലെ ഇത് വന്നിട്ടുള്ള ഡിസ്കവറി എന്ന് പറയുന്ന ഒരു മോഡലാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഡിസ്കവറി എന്ന് പറഞ്ഞ പ്രത്യേകത അതായത് മോഡുലാർ ഹെൽമെറ്റാണ്. മോഡുലാർ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഫ്ലിപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് വന്നിട്ടുള്ളത്. നമുക്കത് പ്രത്യേകിച്ച് ടൂറിംഗ് ഒക്കെ പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഹെൽമെറ്റാണ് ഈ ടൂറിംഗ് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ, ഈ ഒരു മോഡുലാർ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ചായ കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് വരേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമുക്കത് അവിടെ ലോക്കായി നിന്നോളും. ഇതിപ്പോൾ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനിലോട്ട് നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഷെല്ലിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്ക് ഇവിടെ നമുക്കാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം, ഇതൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു പെയിൻറ്റ് സ്കീമാണ് വന്നിട്ടുള്ളത്. അതായത് ചെറിയ വൈറ്റ് ബോർഡറും അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് കൂടെ വന്നത്. ഇവിടെ നമുക്കിവിടെ ഒരു ഗ്രാഫിക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ആസ്പിഡയുടെ ഒരു ബ്രാൻഡ് എന്താ പറയുക, ഒരു എംബ്ലമാണ് ഇവിടെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് 3 വെൻറ്റുകളാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട്. ഇവിടെ നമുക്കൊരു ചിന്നിൻ്റെ അവിടെ ഒരു വെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഹെഡിൻ്റെ മുകളിൽ, ഫോർഹെഡിൻ്റെ മുകളിൽ നമുക്കിവിടെ ഒരു വെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിന് പോലെ തന്നെ നമുക്കിവിടെ എക്സ്റ്റോസ്റ്റ് വെൻറ്റായിട്ട് നമുക്കിവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്.
ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. 1550 ±50 ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ECE സർട്ടിഫൈഡ് ആണ്. മോഡുലാർ ഹെൽമെറ്റുകൾക്ക് സാധാരണ രീതിയിൽ 1600-ന്റെ മുകളിലായിരിക്കും വെയിറ്റ് വരാറ്. പക്ഷേ ഇതിന് സാധാരണ രീതിയിൽ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വെയിറ്റും ഫീൽ ചെയ്യുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വൈസറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് 2 വൈസറാണ് വന്നിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ വൈസറാണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, ആൻറ്റി ഫോഗ് ഒന്നുമില്ല. നമുക്ക് ആൻറ്റി ഫോഗ് ഇതിൽ വന്നിട്ടില്ല. ആൻറ്റി ഫോഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വൈസർ വരുന്നുണ്ട്. നമ്മൾ വേറെ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കണം. പിന്നെ ഇതിന് നമുക്ക് ഇവിടെ ഒരു സൺവൈസർ വന്നിട്ടുണ്ട്. അതും ആൻറ്റി റെസിസ്റ്റൻ്റ് ആണ്, UV റെസിസ്റ്റൻ്റും ആണ്. നമുക്ക് UV പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഹെൽമെറ്റാണ്. പിന്നെ പോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മൾക്ക് എന്താ പറയുക, പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സെറ്റപ്പും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ നമ്മളെ ഈ മറ്റേ സൺവൈസർ ഓപ്പൺ ആക്കാനുള്ള ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടണാണെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബട്ടൺ എന്ന് പറഞ്ഞത്. അത് കൂടാതെ ഈ ഒരു ഹെൽമെറ്റ് ഇങ്ങനെ നമുക്ക് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഇത് താഴോട്ട് ഇല്ലാതിരിക്കും ഇവിടെ ഒരു ബട്ടൺ വന്നിട്ട് ഇത് മുകളിലോട്ട് ആക്കിയാൽ നമുക്ക് ഇതവിടെ ലോക്കായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളിൽ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു LS2-ൻ്റെ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ ഒരു ഹെൽമെറ്റിൻ്റെ അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം LS2 ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ബ്രാൻഡ് വാല്യൂ അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടൊരു പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ സ്പീക്കർ വെക്കാനുള്ള ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറൊക്കെ വെക്കാനുള്ള. അതെനിക്ക് ഓൾറെഡി മറ്റേ ഹെൽമെറ്റിന് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായത്. അതിന് ഇതിലോട്ട് നമുക്ക് മാറ്റി വെക്കണം. സാധാരണ രീതിയിലുള്ള ക്ലിപ്പാണ് വന്നിട്ടുള്ളത്, ഡബിൾ ലിയറിംഗ് അല്ല. എൻ്റെ പഴയ LS2-ലും ഈ ഒരു സെയിം ക്ലിപ്പന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിലും അതുതന്നെ. കാരണം ഇങ്ങനത്തെ മോഡുലാർ ഹെൽമെറ്റുകൾക്കൊക്കെ സാധാരണ ക്ലിപ്പുകളിലാണ് വരാറ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് 6000 രൂപയാണ്. അതായത് 5999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ജൂൺ 1 മുതൽ 2021 ജൂൺ 1 മുതൽ ISI ഇല്ലാത്ത എല്ലാ ഹെൽമെറ്റുകളും ബാൻഡാണ്. അതുകൊണ്ട് ISI ഉള്ള ഹെൽമെറ്റ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിലവിൽ ISI ഉള്ള നല്ലൊരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് റോയൽ എൻഫീൽഡ് ഇറക്കുന്നുണ്ട്, അതുപോലെ TVS ഇറക്കുന്നുണ്ട്, പിന്നെ സ്റ്റീൽ ബേർഡ്, സ്റ്റഡ്, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ നല്ല ഹെൽമെറ്റുകൾ ഇറക്കുന്നുള്ളൂ. പക്ഷേ എനിക്ക് ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള അതിനോടെന്തോ ഒരു ട്രസ്റ്റ് വന്നതോടുകൂടി ആ ഒരു ഹെൽമെറ്റാണ് ഞാൻ വാങ്ങിക്കാൻ വെച്ചു. ഇതിനും ആസ്പിഡ കൊടുത്തിരിക്കുന്നത് ECE സർട്ടിഫൈഡ് ആണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ മുന്നോടാൻ വേണ്ടി നമുക്കിവിടെ ISIയുടെ ഒരു മാർക്ക് നമുക്ക് എന്തായാലും ഇവിടെ ഒട്ടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ തലയുടെ പ്രൊട്ടക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് നമ്മളെന്തായാലും മനസ്സിൽ വെക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.